ഹായ് ഹലോ എല്ലാവർക്കും മിദ്ബൻ ഓർക്കിഡ് ഗാർഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതുകൊണ്ട് എൻ്റെ റോസ് ഗാർഡൻ വളരെയധികം കള കയറി നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊന്ന് വൃത്തിയാക്കി ഇതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഉഷാറാക്കി എടുത്താലോ. അതുപോലെ തന്നെ എൻ്റെ നല്ലൊരു കറിവേപ്പ് അത് ഉണങ്ങിപ്പോയി, ഫംഗസ് ബാധയാണ്. ശരിക്കും ഇതൊന്ന് വെട്ടി കളഞ്ഞിട്ട് അതിൻ്റെ അടി വെച്ച് ഒന്ന് വെട്ടിയിട്ട് കുറച്ച് സാഫും 3% ഹൈഡ്രോജൻ പെറോക്സൈഡും കൂടെ കുഴച്ച് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ദിവസം നനയ്ക്കാതിരുന്നിട്ട് പിറ്റേ ദിവസം നനച്ച് കൊടുക്കാം. അങ്ങനെയൊന്നും ഇത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോയെന്നും ഒന്ന് നമുക്ക് നോക്കാം. അതുപോലെ എല്ലാം നനയ്ക്കാറൊക്കെ ആയി എൻ്റെ പൂക്കളൊക്കെ, റോസ് കളക്ഷൻസ് ആയത്. ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. നിറച്ച് കാട് കയറും, ഒരാഴ്ചക്കുള്ളിൽ ഇതേപോലെ കാട് വരും. നട്ട റോസിനേക്കാളും ഏറ്റവും ശക്തമായിട്ടാണ് നമ്മുടെ കള കയറി വരുന്നത്. ഇതൊന്ന് വൃത്തിയാക്കാം നമുക്ക്. കണ്ടോ, വൃത്തിയാക്കിയ ശേഷമുള്ള ഗാർഡൻ കണ്ടോ. നമുക്കിതിന് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ശരിക്കും ഇതിന് വട്ടത്തിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നനച്ച് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഇത് വളർന്ന് കിട്ടും, നിറയെ പൂക്കളിട്ട് കിട്ടും. ഇതിനെല്ലാം നിറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ടു. എല്ലാം നിറയെ മുട്ടിട്ട് നിൽപ്പുണ്ട്. ഈ മുട്ട് ആയി വരുന്ന സമയത്ത് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതിന് ഞാൻ കൊടുക്കുന്നത് ടഫ് കോർ ഒരു 2 ml എടുത്തിട്ട് 1 ലിറ്റർ വാട്ടറിൽ അത് 4 ദിവസം അടുപ്പിച്ച് കൊടുക്കും. അത് ഈവനിങ്ങാണ് കൊടുക്കുന്നത്. അത് നന്നായി ചെടി നനച്ച ശേഷം അത് കൊടുക്കുന്നത്. മുട്ടിലും അതുപോലെ പൂ വരുന്നിടത്ത് മുട്ടിന് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടിച്ചു കൊടുക്കും ഞാൻ. എൻ്റെ ഈ ഒരു കറിവേപ്പ് കുഴപ്പമില്ല, ഉഷാറായി വരുന്നുണ്ട്. ആ കരിഞ്ഞു പോയ കറിവേപ്പിന് അതിന് ഫംഗലേറ്റതാണ്, അതൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. അതുപോലെ ഇത് ഗാർഡൻ വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഗാർഡൻ. അതുപോലെ ഗാർഡനകത്ത് അവർ വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നു. പയറും വളരുന്നുണ്ട് റോസ് ചെടിയുടെ ഒപ്പം. നല്ലപോലെ നമുക്ക് ചെടികൾക്കൊക്കെ നമുക്ക് നല്ലപോലെ നമ്മൾ NPK കൊടുക്കാമെങ്കിൽ ഇതുപോലെ നല്ല കളറിൽ വരും. റോസപ്പൂക്കെ നല്ല വലുതായി കളറിൽ വരും. ഇവിടെ നമ്മുടെ വെള്ള ജമന്തി പൂവിട്ട് നിൽപ്പുണ്ട്. അതിങ്ങനെ അവിടെ ഒരു ബോർഡർ പോലെ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാത്തിനും ഞാൻ നല്ലപോലെ വൃത്തിയാക്കി, ആ കാട് പിടിച്ച് കണ്ടതാണ്, അതുപോലെ വൃത്തിയാക്കി നല്ലതുപോലെ ചാണകപ്പൊടി ഇട്ട് വട്ടത്തിലിട്ടു. ഇനി നമുക്കത് നനച്ച് കൊടുക്കണം. നല്ല റോസപ്പൂ നല്ലപോലെ നൈട്രജൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും വലിയ പൂക്കൾ നമുക്കായി കിട്ടുന്നത്. വലിയ പൂക്കൾ കിട്ടുന്നത്. എൻ്റെ ബ്ലാക്ക് റോസ് പൊഴിഞ്ഞു പോകാറായി. അങ്ങനെ നമ്മുടെ റോസ് ഗാർഡൻ ഗായ്സ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ മൾട്ടി കളർ ഡാലിയ വിരിഞ്ഞു നിൽക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ ഗാർഡൻ വൃത്തിയാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും അതുപോലെ ഒരു ഷെയറും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കല്ലേ. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മളിപ്പം ബഡ് ചെടി മേടിച്ച് വെച്ചതല്ലേ, ഇത് ബഡ് ചെടി ഞാൻ മേടിച്ച് വെച്ചതാണ്. അതിൻ്റെ അടിയിൽ കാട്ട് റോസയിലാണ് ബഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതുപോലെ കാട്ട് റോസയുടെ കമ്പ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണിൽപ്പെട്ട അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ബഡ് റോസിനെ അത് തളർത്തി കളയും. അതിൻ്റെ വളമെല്ലാം വലിച്ചെടുത്തിവൻ ശക്തിയുക്തം വളർന്ന് ചെടികളെ നശിപ്പിക്കും. അപ്പം അതുപോലെ എവിടെയെങ്കിലും വളരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിനുശേഷം നമുക്ക് അങ്ങനെ അതിനെല്ലാം നശിപ്പിച്ച് കളയണം. എന്നാലും നമ്മുടെ റോസ് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഇതുപോലെ വലിയ മൊട്ട് ഇത് വിരിഞ്ഞാൽ വലിയ പൂവാണ്, ഇതുപോലെ പൂവിട്ട് നമുക്ക് തരികയുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം ലൈക്ക് ചെയ്യണം. അതുപോലെ ഇനിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.